ഇപ്പൊ ചേച്ചി എന്താ പറയാ സീരിയൽ വെച്ച് നോക്കുമ്പോ ചേച്ചി ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ വരുന്നത്? സിനിമ വരുമെന്ന് വെച്ചാല് എന്റെ ആദ്യത്തെ സിനിമയിൽ ചിലപ്പോൾ പെൺകുട്ടിയിലും ഞാൻ വളരെ ചെറിയൊരു ടീച്ചർ ക്യാരക്ടറാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് വരുന്ന നല്ലൊരു ക്യാരക്ടറാണ് ഇതില് ഹീറോയിന്റെ സാന്ദ്രയുടെ മദർ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സീരിയലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഇമോഷണൽ സംഭവങ്ങൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ എനിക്കിത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സീനുകളൊന്നും ഇല്ല, പക്ഷെ ചെയ്തത് സന്തോഷത്തോടെ ആക്സെപ്റ്റ്. ഇപ്പൊ അമ്മ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഇപ്പത്തെ സമൂഹത്തില് അമ്മ അച്ഛൻ അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. മക്കളുടെ കാര്യങ്ങളും ഇപ്പൊ ഈ വെഞ്ഞാറമൂട് കേസാണെങ്കിലും, അല്ലെങ്കിൽ ഈ അടുത്ത ഒരു കുട്ടീനെ റാഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഒരു കുട്ടി റാഗ് ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസ് ഡ്രഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് നമ്മുടെ ഈ മൂവിയുടെ ഒരു റെലവൻസും കൂടെ വെച്ച് നോക്കുമ്പോ ഇത് എല്ലാ കുടുംബത്തിലും സംഭവിച്ചേക്കാവുന്ന, ഒരു കുടുംബത്തിൽ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വിശ്വസിച്ച് നമ്മുടെ മക്കളെ വളർത്തുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ മക്കള് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ വേറൊരു ഫേസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. പല അച്ഛനമ്മമാരും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് എന്റെ മകനാണോ മകളാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആ ഒരു തിരിച്ചറിവ്. അപ്പോ ഇത് അഭിനയിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മകൾ വീട്ടിനെ ധിക്കരിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നീട് വരുന്ന കുറച്ച് ദുരന്തങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഈ സിനിമയിൽ. അപ്പൊ അത് ചെയ്യാൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സോ കാര്യങ്ങളോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ 1-2 ദിവസം മാത്രമേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ ആ സീക്വൻസ് മാത്രമല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാനുള്ളൊരു ഞാൻ ഫുൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ പൊതുവെ സാധനം മുന്നത്തെ മൂവിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യലി റെലവന്റ് സബ്ജക്റ്റാ. ഇതും അങ്ങനെ തന്നെ ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ആയിട്ട് വരാൻ ചാൻസ് ഇപ്പൊ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് ഇങ്ങനത്തെ സബ്ജക്ട് എടുത്ത് ചെയ്യാനാണ് സ്വന്തം ഏറ്റവും കൂടുതൽ താല്പര്യം. അല്ല, ഒന്നും നമ്മൾ ഈ വലിയ താരങ്ങളെ വെച്ചിട്ടല്ലല്ലോ ഈ സിനിമ ചെയ്യുന്നത്. ഇതൊരു ബഡ്ജറ്റും വളരെ ചെറിയ ബഡ്ജറ്റാണ്. അപ്പൊ നമുക്ക് ഒരു സിനിമ എന്തിനാണ്? നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ ഒരാൾ കാണണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണം. വെറുതെ നമ്മളിപ്പം ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഒരു സിനിമ, ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ചെറിയ സിനിമയായിരിക്കും, പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ എന്തെങ്കിലും നോർമൽ കഥകളായിരിക്കും. അപ്പൊ ആ സിനിമയ്ക്കൊരു ബലം വേണം എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, അതുപോലൊരു സബ്ജക്റ്റ് കണ്ടെത്തുന്നത്. ഇങ്ങനെ ഞാൻ ഒരുപാട് സബ്ജക്റ്റുകൾ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെക്കാറുണ്ട്. അത് നടക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നതെന്നുള്ളൂ, സംഭവിക്കുന്നത്. അപ്പൊ ആ സിനിമ നമ്മൾ വരുമ്പം താരമൂല്യം ഇല്ലെങ്കിലും വലിയ സ്റ്റാറുകൾ ഇല്ലെങ്കിലും ആ സിനിമയുടെ പേരിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റിനോ ആൾക്കാർക്കൊരു ആകർഷണം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളത് മെയിൻ കാര്യം. ശരി, ഇപ്പൊ ഈ ഒരു കഥയാണെങ്കിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് അവർക്ക് അറിയുന്ന ഒരു വിഷയത്തിനെ പറ്റി ആവുമ്പോ ഒരു ഇൻട്രസ്റ്റും വരുമല്ലോ, എന്താണ് ഇതിനപ്പുറം നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞു സെൻസർഷിപ്പ് ഇഷ്യൂസ് വരാറുണ്ട്. മുന്നത്തെ മൂവിക്ക് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വരുന്നൊരു ഇഷ്യൂ മെയിൻ ആയിട്ട് സിനിമ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഫ്രീഡം. ലൈക്ക് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് കാണിക്കാനുള്ള ഒരു ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ അതും നേരിട്ട് അതിനെ പറ്റി എന്താ പറയാനുള്ളത്, ആ ഒരു സിറ്റുവേഷനെ പറ്റി? പറഞ്ഞ അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയില് ആനിമൽ വിഷയം ഉണ്ടായിരുന്നു. അത് ശരിക്കും അതെനിക്ക് ഞങ്ങളുടെ 2014 അല്ലേ, കൊറോണ കഴിഞ്ഞു. അപ്പം ആ സമയത്ത് ഈ ആനിമൽ വെൽഫെയർ അവര് ഭയങ്കര തട്ടിപ്പായിരുന്നു. നമുക്ക് സിനിമ സെൻസർ ചെയ്യാൻ പറ്റാതെ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാക്ക പറന്നാലോ ഒരു പൂച്ചയെ കാണിച്ചാലോ മുയലിനെ കാണിച്ചാലോ, അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയില് നമ്മൾ കത്വ കഥ പറഞ്ഞ സിനിമ, അപ്പൊ അതിലൊരു കുതിര മെയിൻ കഥാപാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുയലിനെ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ആനിമൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയിട്ട്
അത് നടക്കാതെ നീണ്ടു നീണ്ടു പോകും. അപ്പൊ ആ സമയത്തൊക്കെ ആൾക്കാർ കാശ് കൊണ്ട് കൊടുത്തിട്ട് നമ്മളിപ്പോ റിലീസ് അനൗൺസ് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കാശ് കൊടുത്ത് അത് ഞങ്ങളന്ന് വലിയ വിവാദം ഉണ്ടാക്കി. ഞങ്ങൾ പത്രസമ്മേളനമൊക്കെ നടത്തി. ശരിക്കും അന്ന് അമിത്ഷാ അടക്കമുള്ളവർക്ക് നമ്മൾ മെയിൽ അയച്ചു. അതൊക്കെ അന്ന് അത് ഇല്ലാണ്ടായി. ഇപ്പം ഒരാൾക്കും ആ പ്രശ്നങ്ങളില്ല. മറ്റേ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവസാനം ഇത് കിട്ടാതെ നമ്മൾ ആ പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞ ഒരുപാട് വലിയ സിനിമകളുണ്ട് ആ സമയത്ത് ഇറങ്ങിയ. എനിക്കൊന്ന് സത്യനന്ദിക്കാന്റെ ഒക്കെ സിനിമയിലെ ഒരു ഡോഗിന്റെ സംഭവമൊക്കെ അവർ അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു ഇത് കിട്ടാതെ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമ്മള് ഒരുപാട് വിവാദം ഉണ്ടാക്കി പരിഹരിച്ചു വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ സിനിമയിലെ ഈ കത്വ സംഭവം, ആരിഫ ഈ സംഭവങ്ങളൊക്കെ നിന്നുകൊണ്ട് ഇവിടെ സെൻസർ ചെയ്തില്ല. പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യും. പൊളിറ്റിക്സ് അത് പിന്നെ ക്ഷേത്രത്തിനകത്തിട്ടാണ് ആ പെൺകുട്ടിയെ കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും പക്ഷെ ഞങ്ങളത് ഹൈദരാബാദിൽ കൊണ്ടുപോയി. അവിടെ എന്നാൽ അവര് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. അവര് അവിടെയും എന്നാൽ ഈ ഇഷ്യൂസോ ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. പക്ഷെ അവര് പറഞ്ഞ് ഇത്ര സിനിമകൾ വരണം, ഈ സമൂഹത്തിൽ ഇത് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വളരെ കൈയടിച്ചിട്ട് അതിന് സർട്ടിഫിക്കറ്റ് വന്നു. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ വരുന്ന മിക്ക സിനിമയ്ക്കും ഈ സെൻസർ ഇഷ്യൂസ് വരുന്നു, പേരിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലാതായി പോകുന്നതായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മള് ഇപ്പൊ ഒരാൾ ചിന്തിക്കുന്നതാണല്ലോ സിനിമ. ഒരാൾ ചിന്തിക്കുന്ന എഴുതുന്നതും അത് എടുക്കുന്നതുമാണല്ലോ സിനിമ. അപ്പൊ അതിന് കത്രി വെക്കുന്ന പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല, ഇത് പാടില്ല. ഇപ്പതാ വിജയുടെ സിനിമ ഇറങ്ങത്തില്ല, ശരിയാ. അങ്ങനൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സിനിമകള് സ്വപ്നങ്ങൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ വരല്ലേ. നമ്മൾ അത്രയും നാളത്തെ അധ്വാനമല്ലേ. ശരി, അത് സ്വപ്നങ്ങളും പ്രയത്നങ്ങളും എത്രയോ കഷ്ടപ്പാടായിരിക്കും. അത് ഒരു നിമിഷം കൊണ്ട് അതിനൊരു ഇത് വരാന്ന് പറയുമ്പോ എല്ലാവർക്കും അത് സങ്കടമുള്ള കാര്യമാണ്.